ഹായ്, നമസ്കാരം. ഞാൻ കുറ്റിപ്പാല, എടപ്പാൾ കുറ്റിപ്പാല എന്ന സ്ഥലത്ത് ജാഫർ കുറ്റിപ്പുറം സംവിധാനം ചെയ്യുന്ന സൂഫിയാൻ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിലാണ്. അപ്പോൾ ഇന്നെന്ന് പറയുന്ന ഡേറ്റ് 10 ഇന്ന് ഫെബ്രുവരി 10 2026 ഈ ഷൂട്ടിങ്ങിന് വേണ്ടി ഒരു വീട്ടിൽ വന്നപ്പോൾ ആ വീട്ടിലെ സഹോദരങ്ങൾ, ബിഗ് ബോസിൻ്റെ കട്ട ഫാൻസ്, എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല ഒരു ഫാമിലി. അവരുടെ വീട്ടിൽ ഒരു ചപ്പാത്തിയല്ല, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്ക് ചപ്പാത്തി, അടുപ്പിൽ ചപ്പാത്തി വരുത്തുകയാണ്. എനിക്കായിട്ടൊരു ചപ്പാത്തി കരുതുന്നുണ്ട്. ഇവിടെ ടീമുണ്ട്. ഞാൻ ബാക്ക് ക്യാമറയിലൂടെ കൂടുതൽ കാണിക്കാം. ഷൂട്ടിങ്ങിൻ്റെ ടീമെല്ലാം അവിടെ റെഡിയാണ്. അവിടെ കാണിച്ചു തരാം. ഷൂട്ടിങ് എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഹായ്, നമസ്കാരം. എപ്പോൾ എത്തി? ഓക്കെ. നമ്മുടെ കോസ്റ്റ്യൂമർ ചേട്ടനുണ്ട്. ഡയറക്ടർ ജാഫർ കുറ്റിപ്പുറം ഡിസ്കഷനിലാണ്. അസ്സലാമു അലൈക്കും. അസോസിയേറ്റ് ഉണ്ട്. അവർ ഹെലിക്യാം പറത്തിയ ഏരിയ നോക്കുകയാണ്. ഡയറക്ടർ ജാഫർ കുറ്റിപ്പുറം, ചീഫ് അസോസിയേറ്റുമാർ, അസിസ്റ്റൻറ്റുമാർ, ക്യാമറ DOP ബിൻസീർ. എവിടെ ബിൻസീർ? നിൽക്കുകയാണ് ഹെലികോപ്റ്റർ. വജ്രായുധം, ബിൻസീറിൻ്റെ വജ്രായുധം. ടീംസ് വരുന്നു. രാവിലെ തന്നെ വർക്ക് തുടങ്ങുകയാണ്. അസോസിയേറ്റ് ക്യാമറാമാൻ ക്യാമറ സെറ്റ് റെഡിയാക്കുകയാണ്. മേക്കപ്പ് മാൻ, എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റ് സ്റ്റേജിനെല്ലാം റെഡിയാക്കുന്നു. നല്ല പാവങ്ങളായിട്ടുള്ള, നല്ല സ്നേഹസമ്പന്നരായിട്ടുള്ള ഒരു ഫാമിലിയാണ്. നമ്മുടെ കൂടെ സീനിയർ ആർട്ടിസ്റ്റ് ചെമ്പിൽ അശോകൻ ചേട്ടൻ ഇവിടെയുണ്ട്. ചേട്ടാ, എൻ്റെ യൂട്യൂബ്, എൻ്റെ ഫേസ്ബുക്ക്, എൻ്റെ സഹോദരങ്ങൾ ഇവിടെ ഇങ്ങനെ അടുപ്പിലെല്ലാം റെഡിയായി വരികയാണ്. നമ്മുടെ സഹോദരങ്ങൾ രാവിലെ പണിക്ക് പോകാനുള്ളതുകൊണ്ട് വീടിൻ്റെ മറ്റൊരു വശമാണ്. സൂര്യൻ ആദ്യത്തിന് ഉദിച്ചു വരുന്നു. ഇവരുടെ നാട്ടിൻപുറത്തെ നന്മ നിറഞ്ഞ ജനങ്ങളുടെ വീടാണ്. ഹായ്, പേര് പറയടേ. എന്താണ് പേര്? ജിൻസി. നമസ്കാരം ചേട്ടാ. നമ്മൾ ഒറീസ, ബീഹാറിലൊക്കെയാണ് ഇത് കാണുന്നത്. നമ്മുടെ നാട്ടിലും ഇതുണ്ട് അല്ലേ? ബിഗ് ബോസ് കണ്ടിരുന്നു അല്ലേ? എന്നെ ഇഷ്ടപ്പെട്ടിരുന്നോ? ഉറക്കെ പറയൂ. തീർച്ചയായും നല്ല ഇഷ്ടമായിരുന്നു. സീസൺ 2, പിന്നെ സീസൺ 5 ചലഞ്ചറായിട്ട് വന്നിരുന്നു. അന്ന് നമ്മുടെ പെർഫോമൻസൊക്കെ കണ്ട്, നമ്മുടെ അവസ്ഥകളൊക്കെ കണ്ട് കരഞ്ഞു കുറേ പേരൊക്കെ അല്ലേ? കുറേ പേര് TV ഒക്കെ വലിച്ചെറിഞ്ഞു അല്ലേ? പൊട്ടിച്ചു. അത് കുറേ പേരങ്ങനെ ചെയ്തു. പക്ഷേ അതൊരു കൂട്ടുകുടുംബം. അപ്പോൾ നിങ്ങളിപ്പോൾ കൂട്ടുകുടുംബത്തിൽ താമസിക്കുകയല്ലേ? അപ്പോൾ അതിനകത്താകുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പിടിവലികൾ അതുണ്ടാവും അല്ലേ? നമ്മുടെ പുരയിടം, നമ്മുടെ അതിര്, നമ്മുടെ ഡ്രസ്സ്, എൻ്റെ ഡ്രസ്സ് നീ ഇട്ടു, അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇവിടെ നിങ്ങൾക്ക് അത്രയും തല്ലില്ല. പക്ഷേ അവിടെ എന്ന് പറയുമ്പോൾ 50 ലക്ഷത്തിൻ്റെ കളിയാകുമ്പം തല്ലിന് ഭയങ്കര ശക്തി കൂടുതലാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്തായാലും നന്നായിരിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ ഒരു ചപ്പാത്തി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ നാട്ടിൻപുറത്ത് അടിപൊളി ഒരു ചപ്പാത്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അയ്യോ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതറിയാമോ? നിങ്ങളുടെ കൈപ്പുണ്യം ഭയങ്കരമാണ്. എൻ്റെ അമ്മയൊക്കെ പണ്ടേ അടുപ്പിലാണ് ഉണ്ടാക്കി തന്നത്. കാരണം അതിൻ്റെ പുകയൊക്കെ ടേസ്റ്റ് ചെയ്ത് വരുമ്പോഴല്ലോ, പുകയുടെ ഒക്കെ ഒരു വരുമ്പോഴത്തേക്ക് ഒരൊറ്റ ചപ്പാത്തി ഒരെണ്ണം ഇടൂ, ഒരെണ്ണം സാമ്പാറാ, എന്താ കറി? ചാറ്. ഇത് കണ്ടപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടണമെന്ന് തോന്നി. അത് ഞാൻ എപ്പോഴും പാവങ്ങളോടൊപ്പം ആണ്
സഹകരിക്കുക. ചാറ് മാത്രം മതി. എരിവ് ഉണ്ടാവണമല്ലോ. ഓക്കെ, അടിപൊളി 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 ചപ്പാത്തിയാണ്. ഭയങ്കര ടേസ്റ്റ് ആയി. നമ്മൾ ഒറീസ ബീഹാറിലൊക്കെയാണ് ഇങ്ങനെ തീയിൽ ചുട്ടെടുക്കുന്ന ഒരു സാധനം. ആ അടിപൊളി. പറഞ്ഞാൽ എരിവ് ഒരു സൂപ്പർ. അതാ കണ്ണടഞ്ഞു പോയി. അപ്പം ഞാനൊരു സമ്മാനം തരും കേട്ടോ, അത് വാങ്ങിക്കണം. ഇതാണോ അച്ഛനെ ഉണ്ടോ? ഇല്ല, ഇതിന്റെ അച്ഛനൊന്നുമില്ല, ഞങ്ങൾ തന്നെ ഉള്ളൂ. ഞങ്ങൾ 3 ആൾക്കാര്, ഭാര്യമാരും മക്കള്, ഒരു പെങ്ങള്, എല്ലാരും ഉണ്ടായിരുന്നു. അടുത്താണ് ഇപ്പൊ എല്ലാരും താമസമായത്. ദൈവാനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും വഴിയിലൊക്കെ ചിലപ്പം ലോട്ടറി അടിക്കുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ കോടിയിലടിക്കുക. ഭാഗ്യം ഏത് വഴി വരുമെന്ന് പറയാൻ പറ്റൂല അല്ലേ. ചായ അവിടെ ഉണ്ട്, നമുക്ക് സെറ്റിലുണ്ട്. സെറ്റ് ഫുഡുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളെ കണ്ടപ്പം നിങ്ങളോടൊപ്പം ഒന്ന് കൂടണമെന്ന് തോന്നി. അതായത് നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമെന്നാണ്. ഇന്നത്തെ കാലത്ത് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടോ? കല്യാണം കഴിക്കുന്നു, രണ്ടുപേരും തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പോകുന്നു, 6 മാസം തയ്ക്കുന്നില്ല, ഡൈവോഴ്സ്. നിങ്ങൾ കല്യാണം കഴിച്ചത് എത്ര വർഷമായി? 25 വർഷം കഴിഞ്ഞു. നല്ല സുഖകരമായി ഉള്ളതിൽ വെച്ച് നന്നായി ജീവിക്കുന്നു. വലിയ കൊട്ടാരങ്ങൾ ജീവിക്കുന്നവർക്ക് ലൈഫില്ല, എന്നാൽ കുടിലുകളിൽ നല്ല ലൈഫ്. കഴിഞ്ഞ ദിവസം കോടീശ്വരന്മാർ പോയത് കണ്ടില്ലേ? അപ്പോൾ പണമല്ല, സ്ഥാനമാനങ്ങളല്ല, ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹം അത് ഉണ്ടാവുക. കുറവുകളും കൂടുതലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാവും, ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാം ഉൾക്കൊള്ളാനും അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ്, അത് പുതിയ തലമുറയിൽ പലയിടത്തും പാരൻസ് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. ഇല്ലെന്നിടത്ത് മുൻധാരണകളോടൊപ്പം ചെല്ലുന്നു. ഒരു ചെറിയ പ്രശ്നം വന്നാൽ അപ്പം കോടതിയിൽ കയറുന്നു. എന്ത് ചെയ്യാം? നമ്മുടെ നാടിനെ നശിപ്പിച്ചു. പിന്നെ ഇൻസ്റ്റാഗ്രാം റീൽസ് എന്ന് പറഞ്ഞാൽ കുറേ ഭ്രാന്തന്മാരും ഭ്രാന്തികളുടെ അഴിഞ്ഞാട്ടം കണ്ടു കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വഴിതെറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. ഇതിനൊക്കെ നിയന്ത്രണം വരേണ്ട കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഞാനൊക്കെ പ്രതികരിക്കുന്നത് നിർത്തി. എന്നാലും ചിലത് കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. കൊച്ചു കുട്ടികൾ വഴിതെറ്റുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഉള്ളിൽ വേണ്ടാത്ത റീലുകൾ, പണവും പ്രശസ്തിയും ഉണ്ടാക്കാൻ ഏത് വൃത്തികെട്ട പരിപാടി, പിന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചുമ്മാ ഏതെങ്കിലും കോപ്രായങ്ങൾ കാണിക്കുക. അപ്പോൾ ഈ പിള്ളേർ പഠിക്കണമെന്നുള്ള ഉത്തരവാദിത്തമില്ല, പണം ഉണ്ടാക്കിയാൽ പോരെ. അതുകൊണ്ട് പാരൻസ് തീർച്ചയായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കുക, അവരുടെ പഠനം നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്ന രീതിയിൽ. ഞാൻ കഴിക്കോളാം. അല്ലല്ല, എൻ്റെ പാത്രം ഞാൻ തന്നെ. അതാവുണ്ട്. എൻ്റെ പാത്രം ഞാൻ തന്നെ കഴിവും. അത് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു. അങ്ങനെ മക്കൾക്ക് പഠിക്കാനുള്ള ഒരു ഇത് കൊടുക്കണം. അതാണ് നമുക്ക് വേണ്ടത്, മനസ്സിലായോ? അപ്പോൾ നമ്മുടെ അമ്മമാർ, അച്ഛന്മാർ, പാരൻസ് മക്കൾക്ക് കൊടുക്കേണ്ട, അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അല്ലേ? മക്കൾ പലരും ഇൻസ്റ്റാഗ്രാം അതും ഇതുമൊക്കെ കണ്ട് നമ്മൾ വഴിതെറ്റി ഒരു പരുവത്തിലേക്കായി പോവാം. ഇത്രയൊക്കെ മതി, കാരണം അവരുടെ വെള്ളം. അപ്പോൾ വളരെ സന്തോഷം കേട്ടോ. അത് വീണ്ടും വരാം. എൻ്റെ ഒരു കുഞ്ഞു സമ്മാനം വെളിയിൽ കാണിക്കുന്നില്ല. താങ്ക് യു. വളരെ സന്തോഷം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. അതുകൊണ്ടല്ലേ ധൈര്യമായിട്ട് ഞാൻ ചോദിച്ചത്. കുഞ്ഞു സമ്മാനമാണ്, അത്രേ ഉള്ളൂ. കയറി വന്നപ്പോൾ തന്നെ നിങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ സ്നേഹത്തോടെ എന്നെ സ്വീകരിച്ചില്ലേ? അയ്യോ, എൻ്റെ പേര് തന്നെ പറഞ്ഞില്ലേ? ഞാൻ കൂടുതലൊന്നും കൊണ്ടുവന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ സിനിമയ്ക്ക് ഇറങ്ങിയത് തന്നെ ചാരിറ്റിക്ക് വേണ്ടിയാണ്. അത് നല്ല മനസ്സുള്ള ഒരുപാട് പേർക്ക് അറിയാം. കാരണം നമുക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പേരെ സഹായിക്കാം. എനിക്കല്ലാതെ എനിക്ക് ഫാമിലി കുടുംബമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പല സിനിമകളും ചെയ്യുമ്പോൾ എനിക്കൊന്നും തരാറുമില്ല. ആ സത്യം എനിക്ക് അറിയത്തുള്ളൂ. എന്നാലും നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റുന്നിടത്തോളം കർമ്മം ചെയ്യുക, മാക്സിമം പേരെ സഹായിക്കുക. എത്രത്തോളം നമ്മൾ കൊടുക്കുന്നോ അതിൻ്റെ എത്രയെങ്കിലും ഇരട്ടി ദൈവം നമുക്ക് തരും എന്നുള്ള ഞാൻ അനുഭവിക്കുന്നതാണ്. നിങ്ങളുടെ സ്നേഹത്തിലും നിങ്ങളുടെ പ്രാർത്ഥനയിലും ഞാൻ ഉണ്ടായാൽ മതി കേട്ടോ. നാത്തൊരു കുസ്തി കൂടെ 2 പേർക്കുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. 2 പേർക്ക് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. 50-50. ഇല്ല ചേട്ടൻ്റെ വഴി
അപ്പോൾ പകുതി അദ്ദേഹത്തിന് പകുതി ഇദ്ദേഹത്തിന് ഇത് മൊത്തത്തിൽ നോക്കണേ അങ്ങനെ എന്തായാലും നിങ്ങളുടെ ഇഷ്ടം. താങ്ക് യു. എനിക്കൊന്ന് ഒരാഴ്ചത്തേക്ക് ചപ്പാത്തി വാങ്ങിക്കാനുള്ള സാധനം അതിനകത്തുണ്ടാവും. താങ്ക് യു കേട്ടോ. നന്നായിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. സ്ഥലം എവിടെ? ഞാൻ തിരുവനന്തപുരം ആറ്റിങ്ങിലാണ് വീട്. ഇത് ഡപ്പാളല്ലേ? ഇന്നലെ രാവിലെ അവിടെ വിട്ടു, രാത്രി ആയപ്പോൾ വന്നു. അതല്ലേ അത് വന്ന കണ്ടുടനെ തന്നെ അവർ എന്നെ കണ്ടുടനെ തന്നെ അവർ അയ്യോ രജിത്തേട്ടൻ സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു സന്തോഷം തോന്നി. താങ്ക് യു.